Ammachi, goodness belong to heaven. And I know Appachan and Ammachi is watching us from there, bestowing their beautiful smile upon us. May the God keep their soul in peace and rest. Jojumon and family. എൻ്റെ വൈഫിൻ്റെയും അവിടെയുള്ള സഭയുടെയും അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയുടെ എല്ലാ കൊടുവേലി കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും നന്ദി നിങ്ങളെ അറിയിക്കുന്നു. ഇത് ആക്ച്വലി ഒരു ഫ്യൂണറൽ സർവീസായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ഗ്രാജുവേഷൻ, ഒരു പ്രൊമോഷണൽ സർവീസാണ്. അച്ഛൻ ഇവിടെ ജീവിച്ചു, എല്ലാ പരീക്ഷകളെയും ജയിച്ചു, ഒരിക്കലും താൻ ക്ഷീണിതനായിത്തീരത്തില്ല. വളരെ തൻ്റെയുള്ള വ്യക്തിയായിരുന്നു. ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും വളരെ ശക്തമായി നിന്ന് എല്ലാത്തിനെയും നേരിടുന്ന ഒരു തൻ്റെയുള്ള ഹൃദയം തനിക്കുണ്ടായിരുന്നു. സ്നേഹിക്കുന്ന ഹൃദയം ഉണ്ടായിരുന്നു. തനിക്ക് വളരെ ദാനശീലനായിരുന്നു. തൻ്റെ കയ്യിലുള്ള സകലം തീരുന്നിടം വരെ ഇത് ദാനം ചെയ്യും. ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നു, അമേരിക്കയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് 2002 നിന്ന് ബാങ്കിൽ കൊണ്ട് പൈസ മാറി 80,000 രൂപ കൈ കൊടുത്തു. ബാക്കിയുള്ളത് ബാങ്കിൽ വിട്ടു. ആ 80,000 രൂപ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ബാങ്കിൽ പോകണം. ഞാൻ ചോദിച്ചു എന്തിനാ? അതെല്ലാം ഞാൻ കൊടുത്തു. ഞാൻ ആർക്കൊക്കെ കൊടുത്തു? ബുദ്ധിമുട്ടും പ്രയാസമുള്ളവരെ കണ്ട് അവർക്ക് കൊടുത്തെന്ന് പറഞ്ഞു. സ്തോത്രം. ആരുടെയും പ്രയാസം കേൾക്കുമ്പോൾ മാറി നിന്ന് കരയും. പോക്കറ്റിൽ കൈയിടും, പൈസ എണ്ണത്തില്ല, കിട്ടുന്നത് വാരിയും കൊടുക്കും. പലർക്കും പല രീതിയിൽ കിട്ടി. അങ്ങനെ ഒരു ദാനശീലനായിരുന്നു. തനിക്ക് വേണ്ടി താൻ ഒന്നും സൂക്ഷിച്ച് വെച്ചിട്ടില്ല, അവസാനം വരെ കൊടുത്തു. ഏതെങ്കിലും ദൈവദാസന്മാരോ ആരെങ്കിലും വന്നാൽ എന്നോട് ചോദിച്ചു നീ വല്ലതും കൊടുത്തോ? അല്ലെങ്കിൽ ഞാൻ മോളിലാണെങ്കിൽ പറയും രാജുവിനെ കണ്ടോ? കണ്ടിട്ടേ പോകാവുള്ളൂ. ഇങ്ങനെ കൊടുക്കുവാൻ ഒരു വലിയ ആവേശമുള്ള ഹൃദയമുള്ളൊരു പിതാവായിരുന്നു. ആ പിതാവ് ഞങ്ങൾക്ക് അല്പകാലത്തേക്ക് നഷ്ടമായി. എന്നാൽ എൻ്റെ പിതാവ് ഇപ്പോൾ എൻ്റെ മാതാവിനോട് കൂടെ സന്തോഷത്തോടെ ആ നല്ല തീരത്ത് ഇപ്പോൾ അവർ ആനന്ദത്തോടെ നിൽക്കുന്നു, നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നു. ഇനി ഒരു കാര്യം മാത്രം നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ, അവിടേക്ക് പോയി അവരെ കാണാം. നമ്മുടെ കർത്താവ് വേഗം വരും. ആ പ്രത്യാശയോടുകൂടി അവരെ അന്ന് കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് ജീവിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി കരയറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. പാസ്റ്റർ കെ ഇ തോമസ് IPC കൈതമറ്റം ചർച്ച് പാസ്റ്ററും സെൻട്രൽ മിനിസ്റ്ററുമായിരിക്കുന്ന യുദാസൻ ഇവിടുത്തെ ശുശ്രൂഷ അവസാനമായി നിർവഹിച്ച് നാം സെമിത്തേരിയിൽ നിന്നൊക്കെ ഇവിടേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ദീർഘമായ ഒരു സമയം വാത്സല്യ പിതാവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അടുക്കൽ തന്നെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളോടെ കൂടെ ഇവിടെ ആയിരിക്കാൻ ഇടയാക്കി. ദീർഘവർഷങ്ങൾ കർത്താവിനെ സ്നേഹിച്ചു, കർത്താവിനെ സേവിച്ചു, തൻ്റെ ഹൃദയത്തിൻ്റെ ദർശനമനുസരിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. ഓട്ടം തികച്ച് നിത്യവിശ്രമത്തിലേക്ക് ചേർക്കപ്പെട്ടു. വാത്സല്യ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുവിശ്വാസികൾ, ദൈവസഭയുടെ പ്രവർത്തകർ എല്ലാവരെയും കർത്താവ് പ്രത്യാശ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. റവറൻഡ് ഡോക്ടർ എബ്രഹാം വർഗീസ്, എബ്രഹാം മാത്യു, എബ്രഹാം തോമസ് തുടങ്ങിയുള്ളവരെയാണ് എനിക്ക് പരിചയപ്പെടുവാനുള്ള അവസരമുണ്ടായത്. അവരുടെ വാത്സല്യ മാതാവ് മാങ്ങാനം കോതകേരി കുടുംബത്തിലെ അംഗമായിരുന്നു. അതിവിടെ ഇരിക്കുന്ന മിക്കവരും പേർക്കറിയാമല്ലോ. ആ കുടുംബത്തിലെ അംഗങ്ങളാണ് കൈതമറ്റം സഭയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും. ആ വിധത്തിൽ ആ കുടുംബവുമായിട്ട് കൈതമറ്റം സഭയ്ക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. ദൈവത്തിന് സ്തോത്രം. ആ ബന്ധത്തിൽ കൈതമറ്റം സഭയിൽ നിന്ന് അനേക ദൈവമക്കൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആ സഭയിലെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എൻ്റെയും കുടുംബത്തിൻ്റെയും ആ സഭയുടെയും പ്രാർത്ഥനയും പ്രത്യാശയും പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. 3 കാര്യമാണ് ഇവിടെ സംസാരിക്കേണ്ട. 1, പ്രിയ പിതാവിനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുക. 2, പ്രത്യാശയെക്കുറിച്ച് പറയുക. 3, അതിനോടുള്ള നമ്മുടെ പ്രതികരണം. ഈ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളും ഞാനിപ്പോൾ പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. ഒടുവിൽ പറഞ്ഞത്, നാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അടുത്ത് മരണമുണ്ട്. മരണം നമ്മിൽ നിന്ന് അകലെയല്ല. ഞാൻ സാധാരണയായിട്ട് പറയുന്നൊരു കാര്യം ഇവിടെ ആവർത്തിക്കുകയാണ്. എൻ്റെ ഏറ്റവും അടുത്ത
കൂട്ടുവേലക്കാർ, കൂട്ടുവിശ്വാസികൾ അടുത്ത് നിൽക്കുന്നതിനേക്കാൾ അടുത്ത മരണം എൻ്റെ അടുക്കലുണ്ട്. ഈ ശുശ്രൂഷ കഴിഞ്ഞ് എൻ്റെ മറ്റ് പ്രോഗ്രാമുകളിൽ ചെന്ന് ചേരാമെന്ന് ഉറപ്പ് പറയുവാൻ കഴിയില്ല. ചിലപ്പോൾ അതിനു മുൻപ് മരണം എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്ന് വരാം. ഇന്ന് മരണം നമ്മെ കടന്നു പിടിച്ചാൽ നാം ഇവിടെ ചെന്ന് ചേരും. നിത്യതയിൽ ആ ബെയൂലായുടെ തീരത്ത് കർത്താവിൻ്റെ അടുക്കൽ ഞാൻ ചെന്ന് ചേരും എന്ന ഉറപ്പുള്ള എത്ര പേരിവിടെ ഉണ്ട്? അങ്ങനെയുള്ള എല്ലാവർക്കും അവരുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മെപ്പോലെ ഭാഗ്യശാലികൾ ഈ തലമുറയിൽ മറ്റാരുമില്ല. കാരണം കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞങ്ങളോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയട്ടെ, ഇത് ഒരുപക്ഷെ നിങ്ങളുടെ ഒടുവിലത്തെ സുവിശേഷ സന്ദേശം കേൾക്കുകയായിരിക്കാം. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ ഒടുവിലത്തെ പ്രസംഗവുമായി തീരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും ഈ സമയം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ്. ഈ ഓഡിറ്റോറിയം വിട്ടുപോകുന്നതിന് മുൻപ്, ഈ ഗ്രൗണ്ട് വിട്ടുപോകുന്നതിന് മുൻപ് രക്ഷയുടെ ഉറപ്പ് പ്രാപിച്ച് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കൂട്ടായ്മയിലായിത്തീർന്ന് പ്രത്യാശയ്ക്കുറപ്പുള്ളവരായി തീരുവാൻ സ്നേഹത്തോടെ വിനയഭാവത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൽ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണും എൻ പേരും എല്ലാവർക്കും കൂടെ ചേർന്നാൽ ആ അടി ഒരു പ്രാവശ്യം കൂടെ പാടാം. പേർ വിളിക്കും നേരം കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പേർ വിളിക്കും നേരം ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധരിപ്പാനുയർത്തുന്ന ഭക്തർ ഭാവനിൽ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ വിളിക്കും നേരം കാണും എൻ പ്രാർത്ഥിക്കാം. വേർപാണ്ട ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളുടെ ആശ്വാസത്തിനായി അവരെ പ്രത്യാശയാലും ആശ്വാസത്താലും കർത്താവ് നിറയ്ക്കേണ്ടതിനായി ദൈവവചനം ശ്രദ്ധിച്ചവർ ഒരു ദിവസം ഞങ്ങൾ ഈ വഴിയായി പോകേണ്ടവരാകുന്നു എന്നുള്ള ചിന്ത അവരുടെ ഹൃദയത്തിൽ വന്ന് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കമുള്ളവരായി തീരുവാനും തുടർന്ന് നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളും ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനുമായി ഇപ്പോൾ ദൈവദാസന്മാരിൽ ഒരാൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കരുണയുള്ള കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ അങ്ങയോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയാപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ
ഞങ്ങൾ കടന്നു വന്ന ആ സമയം മുതൽ ഇത്രത്തോളം നിന്റെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മേലുണ്ടായിരുന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളേറിയ പ്രത്യാശ വെച്ച് കാത്തിരുന്ന നിന്റെ ദാസൻ കർത്താവെ കഞ്ചൂസെ തിരുസനിലേക്ക് ചേർക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ നിനക്ക് ഹിതം തോന്നിയ കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഷ്ടമില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, പ്രതിസന്ധി ഘട്ടങ്ങളില്ലാത്ത, മരണമില്ലാത്ത ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ വിശ്രമിപ്പാനായിട്ട് നിന്റെ ദാസനെ ഈ കഷ്ടലോകത്ത് നിന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഇവിടെ ആയിരിക്കുന്ന നിന്റെ ദാസന്മാരെയും എല്ലാ മാതാക്കന്മാരെയും സദൃശന്മാരെയും യുവാക്കന്മാരെയും ബാലികാബാന്മാരെയും വിശേഷിച്ച പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ നിനക്ക് സ്തോത്രം സ്തുതിക്കുന്നു. പ്രിയ പിതാവിനെ ധർമ്മകൃത മക്കളെയും കൊച്ചുമക്കളെ എല്ലാവരും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പിതാവിൻ്റെ വേർപാട് ദുഃഖത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നീ ആശ്വസിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പാതിൽ തന്നെ കർത്താവെ നിന്നെ സേവിപ്പാനും വരാനിപ്പാനും നിന്റെ നാമത്തിലൂടെ നിലനിൽപ്പാനും ഇടക്കുവാൻ അനുഗ്രഹം കൊടുത്തവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെയും കർത്താവ് നിന്നെ കാണുവാനും അറിയുവാനും നിന്റെ വേലയിൽ വ്യാപൃതരായിരിക്കാനും കൊടുത്തിരിക്കുന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ, അവരായിരിക്കുന്ന രാജ്യങ്ങളിൽ തിരുനാമത്തിനോട് ജീവിപ്പാനുണ്ട് ആ കൃപ അനുഗ്രഹം കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അതിന്റെ വചനം കേട്ട എല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മാനവജാതിയുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ യാഗമാകുന്ന യേശുക്രിസ്തുവിന്റെ രക്ഷാശീലത്തെ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നവരില്ല. ഇന്ന് കർത്താവേ, വചനം കേട്ട എല്ലാവരോടും നീ ഹൃദ്യമായി സംസാരിക്കണമേ. മരണം എപ്പോഴാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ. ഏത് സമയം മരണങ്ങളെ പിടികൂടാൻ സാധ്യതയുണ്ട്. അതിന് കരുണയുള്ള കർത്താവേ, അവരുടെ ജീവിതത്തിൽ യേശു കർത്താവിനെ കാണുവാൻ കൃപ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പാതുകൊണ്ട് സ്തോത്രത്തിനുള്ള ശുശ്രൂഷണമേന്ദ്ര കുറിച്ച് സാന്നിധ്യം പറയണമേ. ഞങ്ങളുടെ യാത്രയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്ത് സ്വർഗ്ഗത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു മരിച്ച ഉയർത്തുന്ന സന്ദർഭത്തില് പ്രിയപ്പെട്ട പിതാവ് ഉയർക്കപ്പെട്ട തേജസ്കരപ്പെട്ട ശരീരത്തിൽ കാണാമെന്നുള്ള വാഞ്ച, ആ പ്രത്യാശ, ഉറപ്പ് തന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യും. നിങ്ങളുടെ ഹൃദയം കരയിൽ ദൈവത്തിൽ വിശ്വസിപ്പീൻ. എന്നിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ എനിക്ക് വാസം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കാൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരുത്തെടുത്ത് പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ചേർക്കുന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആ പ്രത്യാശയോടെ ഞങ്ങളുടെ മരുപ്രയാണം കഴിപ്പാനായിട്ട് ഞങ്ങൾ അന്യ പ്രദേശം ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസം മുമ്പോട്ട് മുന്നേറുവാനോട് കുറെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുറക്കുന്ന എല്ലാ കാര്യാദികളുടെ കുറിച്ച് സാന്നിധ്യം പറഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരും നീ ആശംസ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിനെ അപേക്ഷിക്കുന്നു. സുഖപിതാവേ, കരുണയോടെ കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശംസ വിശുദ്ധാത്മാവിന്റെ സഭക്കും കൂട്ടായ്മയും പ്രാർത്ഥന വിഷമവും ശിക്ഷ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ഉണ്ടായിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഇന്നും ജയം തന്നുകൊണ്ട് നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറുകരയിൽ കണ്ടിടും മറുവിലയാ തന്നവനെ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. മറുകരയിൽ കണ്ടിടും മറുവിലയാ തന്നവനെ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. പ്രിയരെ ആ ദിനത്തിൽ ലോകേ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ എന്നുരച്ചോ